എല്ലാ ദിവസവും ഹാപ്പി ഡേയ്സ് ഒന്നും അല്ല. ഒരു ദിവസം സന്തോഷമായിരിക്കും, പിന്നെ അടുത്ത ദിവസം അതിനെക്കാട്ടി വലിയ സ്ട്രഗിൾ ആയിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനത്തെ അപ്രോച്ചായിട്ട് വരുന്നവർ കുറവാണ് ബേസിക്കലി. ഞാൻ അങ്ങനത്തെ വൈബല്ല കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ദീപിക ചെയ്ത ആ സംഭവം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പെൺപിള്ളേർ മിക്കവരും ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് പിക്രവരാണ് കൊടുത്തിട്ട് പോകുന്നത്. പിന്നെ വീട്ടിൽ ഞാൻ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പുറത്തുനിന്ന് കഴിക്കാൻ പോവില്ലേ, മേടിക്കില്ല എന്ന് പറയും. അത് കുഞ്ഞിലേ പറയും, എപ്പോഴും പറയും. നമ്മളിപ്പോ എത്ര സെലിബ്രിറ്റി ആയാലും അമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ അച്ഛനും തന്നെയാണ്, ഒരു മാറ്റമില്ല. ഞാനങ്ങനെ സക്സസും ഫെയിലിയറും ഭയങ്കര തലയിലെടുത്ത് വെക്കുന്ന ആളൊന്നുമല്ല, ടു ബി വെരി ഓണസ്റ്റ്. അതൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റേ ഫ്രണ്ട്സിനെ വിളിച്ച് നമുക്ക് കുറച്ച് അങ്ങനത്തെയൊക്കെ വിഷമിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് നല്ല കുറ്റം പറഞ്ഞാൽ തീരാവുന്ന സമാധാനം, സന്തോഷം, ഒരു സന്തോഷം. ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ? എനിക്കോ? ഉണ്ട്. അതിലാണ് ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അമ്മ ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കണം, അങ്ങനെയൊക്കെ അമ്മയ്ക്കുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഈവൻ മലയാളത്തിൽ നിന്നും അങ്ങനെ കംഫർട്ടബിൾ ആവാത്തോണ്ട് ചെയ്യാതിരുന്ന സിനിമകളുണ്ട്. പക്ഷെ അതെന്തോ ലാസ്റ്റ് മൊമെന്റ് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. സിനിമയില്ലെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, വേറെ ജോലികൾ ചെയ്യാം. ദിലീപേട്ടൻ ഈസ് ഓൾവേസ് ആൻ ആക്ടർ ഫോർ മീ. ഇപ്പം ഞാൻ ലൈഫിൽ എന്താണോ അതെല്ലാം സിനിമ ഉണ്ടായതാണ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നമിത പ്രമോദാണ്. വെൽക്കം. താങ്ക് യു. നമിത പേഴ്സണലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഏജിൽ തന്നെ ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ്, ആൻഡ് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ ആ ഒരു ജേണി ഉണ്ടല്ലോ, നമിതയുടെ ജേണി, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് കുറച്ച് ആളുകൾ കാണും, അതിനിടയിൽ വന്നിട്ടുള്ള കുറച്ച് ഒരുപാട് മെമ്മറീസ് കാണും. ലൈക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു മൂവി കാണുന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് നമിതയുടെ മനസ്സിലോട്ട് വരുന്നത്? ലൈക്ക് കരിയറിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എടുത്ത തീരുമാനങ്ങൾ ശരിയാണ് തെറ്റാണ്? ലൈക്ക് പെട്ടെന്ന് നോക്കുമ്പോഴേക്ക് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഇപ്പം ഞാൻ ലൈഫിൽ എന്താണോ അതെല്ലാം സിനിമ ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി എപ്പോഴും ഉണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായി ആളുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇപ്പോഴും സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈഫിൽ എൻ്റെ മേജർ ഒരു ഗ്രോയിങ് ഫേസ് എല്ലാം സിനിമയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ സക്സസും ഫെയിലിയറും ഭയങ്കര തലയിലെടുത്ത് വെക്കുന്ന ആളൊന്നുമല്ല, ടു ബി വെരി ഓണസ്റ്റ്. സക്സസ് ആണെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടാവും, ഫെയിലിയർ ആണെങ്കിൽ അത് വർക്കായില്ല, അടുത്തേൽ നോക്കാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡേ എനിക്കുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമ ഇസ് വെരി അൺസർട്ടൺ. സിനിമയിലുള്ള ആളുകൾ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആണെന്ന് എനിക്ക് പൊതുവേ തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു അൺസർട്ടണിറ്റി ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽഡാണ്. ചിലപ്പോൾ നാളെ സിനിമ ഉണ്ടാവും, നാളെ സിനിമ ഉണ്ടാവാതിരിക്കാം, അങ്ങനെ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള കരിയറാണ്. പക്ഷേ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതിൽ ആസ് എൻ ആക്ടർ ഓരോ തവണ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇവോൾവ് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മറ്റേ ബോൺ ടാലൻറ്റോ അങ്ങനത്തെ ആക്ടറൊന്നും അല്ല, പയ്യെ ചെയ്ത് തന്നെയാണ് അത് പോളിഷ് ചെയ്തെടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് പറഞ്ഞ പോലെ മിനിക്കും തോറും ഇനിയും നല്ലതാവും. കാരണം അങ്ങനത്തെ പെർഫോമർ അല്ല ഞാൻ. അത് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി, നമ്മുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാ സിനിമകൾ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ വർഷമായി ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. കുറേ ആളുകളെ പരിചയപ്പെട്ടു, കുറേ ആളുകൾ കരിയറിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കുറച്ച് ആളുകൾ കാണുമല്ലോ, ആ ആളുകൾ ആരൊക്കെയായിരിക്കും? ആൻറ്റോ അങ്കിൾ ഡെഫിനറ്റ്ലി. കാരണം പുള്ളിയാണ് എനിക്കൊരു പ്രൊഡ്യൂസർ, സിനിമ ആ ഒരു വേ ഉണ്ടാക്കി തന്നത്. പിന്നെ സത്യൻ അങ്കിൾ എനിക്കൊരു ആദ്യത്തെ ഒരു നായികയായിട്ടൊരു സിനിമ തന്നു. ഓഫ് കോഴ്സ് രാജേഷ് അങ്കിൾ ഇസ് നോ മോർ, ട്രാഫിക്കിൻ്റെ ഡയറക്ടർ. എനിക്ക് ആ ഒരു ക്യാരക്ടർ എനിക്ക് ആ ക്യാരക്ടർ തന്നുകൊണ്ടാണ്, ചെറുതാണെങ്കിലും തന്നുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള ബാക്ക് ടു ബാക്ക് സിനിമകൾ അല്ലെങ്കിൽ കോൺടാക്ട്സും കണക്ഷൻസൊക്കെ വന്നത്. പിന്നെ ഓഫ് കോഴ്സ് ലാലു അങ്കിൾ, ലാൽ ജോസ്, ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ആളുകളാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ലൈക്ക് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും നമുക്കത് ലൈക്ക് അത് എപ്പോഴും നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റൂല. ഐ മീൻ അൺസർട്ടൺ ആണ്. അതായത് വർക്ക് ചിലപ്പോൾ ഇന്ന് ഹിറ്റ്, നമുക്കൊരു മൂവി ഹിറ്റ് ആവും, എല്ലാ മൂവീസും അതേപോലെ ഹിറ്റ് ആവണം എന്നില്ല. ലൈക്ക് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഈ പറയുന്ന പോലെ സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഐ മീൻ ലൈക്ക് വോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റക്ക് ആയ ഒരു സിറ്റുവേഷൻ? അങ്ങനത്തെ സ്വഭാവമല്ല എൻ്റെ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. സിനിമയില്ലെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, വേറെ ജോലികൾ ചെയ്യാം. എനിക്ക് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് എന്ത് നമുക്ക് ജോലി, എല്ലാ ജോലിക്കും ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇപ്പം സമ്മർ ടൗൺ, പെപ്രിക്ക, ഈ ബിസിനസ് ഞാൻ ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചല്ല. എനിക്ക് ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം. അപ്പം ഞാൻ എന്തെങ്കിലും കോഴ്സ് ചെയ്താൽ, ഇത് ഈ സിനിമയുടെ കൂട്ടത്തിൽ തന്നെ കോഴ്സ് ചെയ്താലോ എന്നും ആലോചിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കോഴ്സും കൂടി ചെയ്താൽ നല്ലതായിരിക്കും. ഈ ബിസിനസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പഠിക്കുന്നത്. എപ്പോഴും എന്തെങ്കിലും ഒരു നമ്മുടെ മൈൻഡ് ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്കിതുവരെ അയ്യോ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ബേസിക്കലി ഫൈനാൻസ് വരാനുള്ള എല്ലാവർക്കും സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി സിനിമയായിട്ട് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ എക്കണോമിയും കൂടെ അതിൽ ഡിപ്പെൻഡൻ്റ് ആണല്ലോ. നമ്മുടെ ഫൈനാൻസും കൂടി കാശ് വരവും കൂടി ഡിപ്പെൻഡൻ്റ് ആണല്ലോ. അപ്പോഴാണ് നമ്മൾ പല റോങ് ഡിസിഷൻസും റൈറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഇൻകം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാശിന് വേണ്ടിയിട്ട് സിനിമകൾ ചെയ്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു എക്കണോമിക് സേഫ്റ്റി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സിനിമയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ സിനിമകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പല സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെ ഉണ്ടാക്കുക, ആസ് എൻ ബിസിനസ് ഉണ്ട്, അങ്ങനെ. ഇപ്പം നമിത എത്ര വലിയൊരു പേയ്മെന്റ് ആണെങ്കിൽ പോലും ലൈക്ക് ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യില്ല അങ്ങനെ വിചാരിച്ചിട്ടുള്ള എന്തെങ്കിലും? അത് വേറെ ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. ഈവൻ മലയാളത്തിൽ നിന്നും അങ്ങനെ കംഫർട്ടബിൾ ആവാത്തോണ്ട് ചെയ്യാതിരുന്ന സിനിമകളുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഓക്കെ മൂവി ചെയ്തേ പറ്റൂ, അപ്പോൾ അങ്ങനെ ലൈക്ക് ഡയറക്ട്ലി നോ പറയേണ്ടടുത്ത് നോ പറയുന്ന ഒരാളാണോ? അതോ അങ്ങനെയല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അവരോടുള്ളൊരു കമ്മിറ്റ്മെന്റും അതുപോലെ നമുക്ക് അവരോടുള്ളൊരു സ്നേഹമുണ്ട്. ഒരു സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിറകിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ ഒരു പാർട്ട് വരുവാണെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത സിനിമകളും ഉണ്ട്. കാരണം നമ്മുടെ ഐ വാല്യൂ ഫ്രണ്ട്ഷിപ്പ്. ഞാനങ്ങനെ അപ്പ ഉള്ള ഇത് മാത്രമല്ല, നമ്മളൊരു പോയിന്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമ്മളോട് എങ്ങനെയായിരുന്നു നിന്നതെന്നും കൂടെ കൺസിഡർ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്നേഹമുണ്ട്, റാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള സംഭവമാണ്. പ്രൊഡക്ഷൻ കണ്ടുപിടിച്ച്, ക്രൂ കണ്ടുപിടിച്ച്, ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ് എല്ലാവരെയും കൂടെ കൊണ്ടുവരുന്ന ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. ബേസിക്കലി അപ്പോൾ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ? അല്ല, ഇപ്പം എനിക്കൊരു സിനിമ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ എനിക്ക് കഥ കേട്ട് ഇഷ്ടമായില്ലെങ്കിൽ, പക്ഷെ ഞാനത് കറക്റ്റ് റീസൺ പറയും. ചുമ്മാ അയ്യോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി വിടില്ല. എനിക്ക് എന്താണ് പറ്റില്ലെങ്കിൽ അപ്പം തന്നെ വർക്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതൊന്നും കൂടെ ആലോചിക്കും. എനിക്ക് 2 ദിവസം കൂടെ ഒന്ന് തരാൻ പറയും. ഒന്നും കൂടെ ആലോചിച്ചിട്ട് അതെനിക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ റീസൺ പറയും. എനിക്ക് അത് ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു പോർഷൻ വർക്ക് ചിലപ്പോൾ അവർക്ക് ആ സ്ക്രിപ്റ്റിൽ അത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിരിക്കും. അപ്പം നമ്മളത് നമുക്ക് വേണ്ടി മാറ്റാൻ പറയുന്ന മോശമാണ്. അതെ. അപ്പാർട്ട് ഫ്രം മൂവീസ്, പേഴ്സണൽ ലൈഫിലും ലൈക്ക് ഈ പറയുന്ന പോലെ ഒരു നോ പറയേണ്ടടുത്ത് നോ പറയുന്ന ആളാണോ? ഡെഫിനറ്റ്ലി. അത് ഇപ്പോഴാണ് കൂടുതൽ അങ്ങനെ ആയത്. പണ്ട് മറ്റേ അങ്ങനെ നോക്കാൻ കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാളെ വിഷമിപ്പിക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. എനിക്കൊന്ന് ഈ ബിസിനസ് ഒക്കെ തുടങ്ങി അത് അങ്ങനെ ആക്കിയെടുത്ത ക്യാരക്ടറാണോ? ആക്കിയെടുത്ത ഓട്ടോമാറ്റിക്കലി നമ്മളായി പോവും. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുക, നമ്മളത് കറക്റ്റായിട്ട് അങ്ങനത്തെ ഒരുപാട് മറ്റേ സെന്റിമെന്റലായിട്ട് ഒരുപാട് മറ്റേ പീപ്പിൾ പ്ലീസിങ് ഒന്നും നടക്കൂല. അപ്പം മുമ്പ് കുറച്ചുകൂടി സെന്റിമെന്റൽ അപ്രോച്ച്, കുറച്ചുകൂടെ ക്ഷമിച്ച് ഇപ്പൊ അങ്ങനത്തെ ഇതൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാവരും ജോലിയല്ലേ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും മൂവിയിലേക്ക് വരികയാണെങ്കിൽ മച്ചാന്റെ മാലാഖ, നമിത ഒരു മാലാഖയാണോ അതോ? അല്ല, മാലാഖയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും മാലാഖയല്ല. അങ്ങനെ കമന്റ്സ് വരാറുണ്ടോ? ഞാൻ മാലാഖയാണ്. വീട്ടുകാർ ഒരിക്കലും മാലാഖയെന്ന് ഡയറക്റ്റ് മാലാഖ എന്ന് വിളിക്കുന്നല്ല. ലൈക്ക് ഓക്കെ, നല്ല മാലാഖയെ പോലൊരു അത്ര സോഫ്റ്റ് ഹാർട്ടഡ് ആണ്, അത്രയും കൈൻഡ് ആയിട്ടുള്ള. പുറത്തുനിന്ന് കണ്ടാ തോന്നുന്നുണ്ട്, പക്ഷെ അല്ല.
നോർമലി ഗേൾസിനുള്ള പോലത്തെ ഒരു കുശുമ്പും പിന്നെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റേ ഫ്രണ്ട്സിനെ വിളിച്ച് നമുക്ക് കുറച്ച് അങ്ങനത്തെ ഒക്കെ വിഷമിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് നല്ല കുറ്റം പറഞ്ഞാൽ തീരാവുന്ന സമാധാനം, സന്തോഷം, ഒരു സന്തോഷ. അത് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള. ഇപ്പൊ ജാൻവി ഉണ്ട്, എന്റെ കുഞ്ഞിരത്തട്ടുള്ള ഫ്രണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ച നാളെ കുറ്റമൊക്കെ പറഞ്ഞ് അവരും തിരിച്ചാ അതങ്ങനെ തന്നെയാ, മൈൻഡാണ്, അവരൊക്കെ അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ അവരൊരു 4 കുറ്റം പറഞ്ഞു കഴിയുമ്പോ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതെ, നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു എനിമി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം. അവരുടെ എനിമി ആരാണോ അതായിരിക്കും എന്റെ എനിമി. അങ്ങനെ റീസണിങ് ഒന്നുമില്ല, അങ്ങനത്തെ ലോജിക്കൽ സംഭവമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ജസ്റ്റ് ഒരു മീം പേജിൽ കണ്ടതാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ശത്രു ഫ്രണ്ടിന്റെ ആന്റി ആണെന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ അവരവരുടെ കഥയൊക്കെ പറഞ്ഞ ഇപ്പൊ ഈ ഫ്രണ്ടിന്റെ ആന്റിയാണ്. ഞങ്ങൾ രണ്ടുപേർക്ക് അങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെയുണ്ട്. ഒരു കാര്യം എൻ്റെ അടുത്ത് ഒരാളെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയണോ, അങ്ങനെയാ ഞാൻ ആണല്ലേ ഇന്നോട്ട് എന്റെ ശത്രു അങ്ങനെയല്ല. അത് നമ്മുടെ ഒരു ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരുപാട് മാച്ച് ഉണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ കുറേ നമിത പേഴ്സണലി എങ്ങനെയാ, ലൈക്ക് ഒരു ഇൻട്രോവേർട്ടഡ് ക്യാരക്ടർ ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ അതോ ആംബിവേർട്ട് ആണോ, എങ്ങനത്തെ? ആംബിവേർട്ട് ആണെന്ന് തോന്നുന്നു, അക്കോർഡിംഗ് ടു മൂഡാണ്. ചില സമയത്ത് എനിക്ക് ഇപ്പം ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്തൊരു സ്പേസ് ആണ്. ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂസിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഭയങ്കര ഇന്റലക്ച്വൽ ഒക്കെ ആയിട്ട് അഭിനയിച്ച്, ഇപ്പൊ നമുക്കറിയാലോ വന്നിരുന്ന് അഭിനയിക്കുമ്പോ അങ്ങനെയൊക്കെ അഭിനയിച്ച് ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് മറ്റേ ബോറായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ അതനുസരിച്ച് അതിനുള്ള ആൻസർ പറയും. അത് നമുക്ക് ചിലരുടെ വൈബാണോ മനസ്സിലാവും. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ് നമ്മൾ ആരുടെ കൂടെയാണ് അതനുസരിച്ച് ഇരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ നന്നായിട്ട് സംസാരിച്ചു തുടങ്ങി, നല്ലോണം സംസാരിക്കും. നേരത്തെ കുറച്ചുകൂടെ ഒന്നും അറിയാത്ത ആളുകളായിട്ട് സംസാരിക്കാനും ഭയങ്കര പ്രശ്നമായിരുന്നു. കുറെ വർഷം മുന്നേ ഭയങ്കര സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഫെയിമിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കാണ്ട് ജാടയാന്ന് വിലയിരുത്തിയ ആളുകളുണ്ടോ? പണ്ടൊക്കെ, ഇപ്പൊ ആരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. പണ്ട് നമ്മൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ അതിന് ചോദ്യം ചോദിച്ചാൽ അതിന് കറക്റ്റ് ഉത്തരം പറയുക, നിർത്തുക, അങ്ങനെ. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ കഥ പറയും. എന്നാലും അങ്ങനെ ജാടയാന്നൊക്കെ പണ്ട് പറയുന്ന സമയത്ത് എങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. ഞാനൊരു ഞാനല്ലാത്ത ഒരാളാണ്, ഞാനല്ല വേറൊരു രീതിയിൽ ഒരാൾ പെർസീവ് ചെയ്യുന്ന പറയുമ്പോ ഓഹോ അങ്ങനെ. ഓക്കെ, നമിതനെ കുറിച്ച് കേട്ടിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും നമിത തന്നെ ഞെട്ടിപ്പോയിട്ടുള്ള ഒരു റൂമർ എന്തായിരുന്നു? ഞാൻ എന്തെങ്കിലും റൂമർ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എപ്പോ എന്നത് കണ്ടിട്ട് നമ്മൾ, അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ വരുമല്ലോ ടൈറ്റിൽസ് ഒക്കെ, കോടിക്കണക്കിന് രൂപയുടെ മറ്റേ സ്വത്ത് വകകൾ, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ യൂട്യൂബിൽ വീടൊക്കെ കാണിച്ചിട്ട്, ആന്ധ്രാപ്രദേശിലുള്ള വീടൊക്കെ വെച്ചിട്ട് വീട് കണ്ടാൽ ഞെട്ടും, ആസ്തി കണ്ടാൽ ഞെട്ടും. ഓഹോ, എന്താണാവോ ആസ്തി, എന്താണാവോ വീട്, അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും കല്യാണം, അങ്ങനത്തെ പരിപാടി, യൂട്യൂബ്, അങ്ങനത്തെ കുറെ ഇതുണ്ടാവുമല്ലോ യൂട്യൂബിൽ, അങ്ങനത്തെ ചാനൽസ് ഉണ്ടാവുമല്ലോ, നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ. ഉടനെ വിവാഹം കാണും, നടി പറഞ്ഞു, ഞാൻ ഇന്നത് പറഞ്ഞു. അതായത് ഇന്റർവ്യൂവിലെ പറയുന്ന ഏതെങ്കിലും ഒരു ലൈനിന്റെ വേറെ രീതിയിലാക്കിയിട്ടൊക്കെ ഇട്ടിട്ട്, അതൊക്കെ ഇപ്പൊ എനിക്ക് കാണുമ്പോൾ കോമഡി തോന്നും. പക്ഷെ അത് കാണുന്നത് കുറെ പേരുണ്ട്, ആ മണ്ടത്തരത്തിലൊന്നും നിങ്ങൾ വീടരുത്. എനിക്കിപ്പോ ചിരി വരും അതൊക്കെ കാണുമ്പോ. അങ്ങനെ വീടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ന്യൂസ് വരാറുണ്ട്. നിങ്ങൾ ഞെട്ടും, ആ ഞെട്ടല് കാണുമ്പോ തന്നെ അറിയാം ഫേക്കാണ്. നോക്കാറുണ്ടോ ഇതൊക്കെ? നോക്കും, ഞാൻ കാണുന്നതൊക്കെ ആണെങ്കിൽ നോക്കും. കമന്റ്സ് ഒക്കെ നോക്കുവോ? കമന്റ്സ് അങ്ങനെ നോക്കാറില്ല. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ, യൂട്യൂബ് എനിക്ക് കമന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. വിഷമം ഇൻ ദ സെൻസ് ഇറ്റ്സ് എഫക്റ്റിംഗ് എൻ്റെ ഒരു മെന്റൽ പീസിനെ എഫക്ട് ചെയ്യുന്ന പോലെ തോന്നും. വെറുതെ നമ്മൾ ചെയ്തിട്ടുണ്ടോ കമന്റ്സ് പണ്ടൊക്കെ? ഇപ്പൊ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. വലുതായിട്ട് നല്ലത് കണ്ടാൽ മാത്രമേ നോക്കത്തുള്ളൂ, മോശമായിട്ടുള്ളതെങ്കിൽ ജസ്റ്റ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും കമന്റ് വരികയാണെങ്കിൽ ഭയങ്കര മോശം, അങ്ങനത്തെ നമുക്ക് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള കമന്റ്സ് വരാണെങ്കിൽ ഡിലീറ്റ്, ബ്ലോക്ക്, അത്രേ ഉള്ളൂ. മറ്റേ ഇപ്പൊ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അയാൾ ഏത് പേജ് തുടങ്ങിയാലും അതിന് എവരി പ്രൊഫൈൽ ദേ മേ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ? എനിക്കോ? ഉണ്ട്. അതിലാണ് ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്.
ഓക്കെ അപ്പൊ ഓക്കെ നമിതയാണെന്ന് മനസ്സിലാവാണ്ട് കുറെ അല്ല അത് ഞാൻ അങ്ങനെയല്ല, അത് അതിൽ മെയിനായിട്ട് ആരും സെലിബ്രിറ്റി പ്രൊഫൈൽസോ അങ്ങനെയൊന്നുമല്ല നോക്കുന്നത്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കോട്ട്സ്, അങ്ങനെ ഇഷ്ടപ്പെട്ട പേജസ് ഫോളോ ചെയ്യാം. പിന്നെ പക്ഷെ അതിനെ DP ഒക്കെ എൻ്റെ തന്നെയായിട്ട്, ഫേക്ക് ആയിട്ടല്ല, പ്രൈവറ്റ് അക്കൗണ്ട്. ആ മെയിൻ അക്കൗണ്ടിൽ നിന്ന് അത് ഞാൻ പലപ്പോഴും വിചാരിക്കുക, ലൈക്ക് എന്തായിരിക്കും മെയിൻ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? ലൈക്ക് കുറെ ഫോളോയിങ് ചെയ്യാത്തതിന്റെ റീസൺ എന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദ സെലിബ്രിറ്റീസിനാണെങ്കിലും അവരുടെ ഫോളോയിങ് വളരെ കുറവായിരിക്കും. എന്നെ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ള പിന്നെ കോട്ട്സും ഇങ്ങനത്തെ പിന്നെ ഡ്രസ്സസിൻ്റെ ഞാൻ ഡ്രസ്സസ് ഒക്കെ ഒരുപാട് നോക്കാറുണ്ട്. അതെല്ലാം മറ്റേ അക്കൗണ്ടിൽ നിന്ന്. അതെനിക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ കൂടുതലും അങ്ങനെ കണ്ടിട്ടുള്ളത്. മെയിൻ കുറച്ചുകൂടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മെയിൻ അക്കൗണ്ട്. ആരെങ്കിലും ഗോസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമിത? ഞാൻ അങ്ങനെ ആരെയും ഗോസ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺലി കാര്യം പറഞ്ഞ് അങ്ങനെ ഗോസ്റ്റ് ചെയ്യലൊന്നും ഞാൻ നടന്നിട്ടില്ല. ഇപ്പം നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് പറ്റുന്ന കാര്യമല്ല, പറഞ്ഞിട്ട് ഒഴിവാക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് ഒരാളെ പറയാണ്ട് ഒഴിവാക്കത്തൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനത്തെ അപ്രോച്ച് ആയിട്ട് വരുന്നവർ കുറവാണ് ബേസിക്കലി. ഞാൻ അങ്ങനത്തെ വൈബല്ല കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഭയങ്കര കുറവായിട്ട്. ഐ വെരി റെയർലി ചാറ്റ് വിത്ത് people that I don't know. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഇൻസ്റ്റാഗ്രാം ഇല്ലാന്ന് പറയാല്ലേ? ഭയങ്കര കുറവാ. എന്തെങ്കിലും നല്ല അപ്രിസിയേഷൻ വന്നാൽ താങ്ക് യു സോ മച്ച് അങ്ങനെ റിപ്ലൈ ചെയ്യണമല്ലാതെ അങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് അങ്ങനെ ഒരുപാട് പരിചയമില്ലാത്തവരുമായിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ചെയ്യണം ഭയങ്കര കുറവാണ്. എങ്ങനെയാ കൂടുതലും ടെക്സ്റ്റ്? കോൾ പേഴ്സൺ ഒരാളെങ്കിലും കണ്ടല്ലോ. കൂടുതൽ പേരും പറയാ കോള് നിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കുപ്പൈഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ കെൻ യു കോൾ ലേറ്റർ എന്നുള്ളൊരു ടെക്സ്റ്റ് പേഴ്സൺ അല്ല ഞാൻ. എന്തുണ്ടെങ്കിലും ഒട്ടനെ എനിക്കത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം. ജാൻവീനെ അല്ല, ബേസിക്കലി ഇപ്പം ആരാണെങ്കിലും എനിക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റിനെക്കാട്ടി കൂടുതൽ കോളായിരിക്കും. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ തിരക്കാണെങ്കിൽ തിരിച്ചു വിളിക്കും, കോൾ വഴിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചായിരുന്നല്ലോ ലൈക്ക് ആംബിവേർട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നമ്മളൊരു കുറേ പേരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ സോഷ്യലൈസ് ചെയ്യേണ്ട വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നൊന്ന് റീചാർജ് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനത്തെ പ്രശ്നമില്ല. ആംബിവേർട്ട് അങ്ങനെ വരുമല്ലേ ചിലപ്പോ ലൈക്ക് രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ടല്ലോ. അങ്ങനെ എനിക്കില്ല. ഇപ്പൊ നമ്മൾ കുറേ ദിവസം ഇപ്പൊ ഷൂട്ടൊക്കെ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ഒരു സുഖം. വീട്ടിൽ സോഫയിലൊക്കെ ഇരുന്ന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടികളാണ്. അങ്ങനെയില്ല സത്യത്തിൽ. ഒരു ഫുൾ ഡേ എൻ്റെ ബേസിക് എനിക്ക് ഏറ്റവും സമാധാനം കിട്ടും ഉറങ്ങുമ്പോഴാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്ന, കറക്റ്റ് ടൈമിൽ എഴുന്നേക്കുന്ന അങ്ങനത്തെ ആളാണ്. നല്ലൊരു റൂട്ടീൻ ഫോളോ ചെയ്യും. എൻ്റെ റൂട്ടീനൊക്കെ നല്ലതാണ്. 11 മണിയാകുമ്പോൾ കിടക്കും, 7-8 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇപ്പോൾ എഴുന്നേറ്റാലും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ടേ റൂമിൽ നിന്ന് വരുള്ളൂ. അപ്പം വീട്ടുകാർ വിചാരിക്കും 9 മണി വരെ കിടന്ന് ഉറങ്ങുന്നത്. നേരത്തെ എണ്ണിട്ടിട്ട് റൂമിലിരുന്ന് എന്തെങ്കിലും ചെയ്യും. അല്ല, നേരത്തെ എഴുന്നേക്കുന്ന ആളാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നും. എന്താ നമിതയുടെ ഒരു കംഫർട്ട് ഫുഡൊക്കെ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലൈക്ക് ആ ഷൂട്ടൊന്നും ഇല്ലാണ്ട് ഒരു ദിവസം വരികയാണെങ്കിൽ എനിക്ക് രാവിലെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമാണ്, പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതൊരു മിക്സാണ്. ചില സമയത്ത് എനിക്ക് വീട്ടിൽ അമ്മ കുറച്ച് ദിവസം ഉണ്ടാക്കി കഴിയുമ്പോൾ ബോറടിക്കും. അപ്പം ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കും. അത് ഞാൻ ഉച്ചയ്ക്കാണ് മേടിക്കുന്നത്, രാത്രി അങ്ങനെ കഴിക്കലില്ല. ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറയും അത് ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോവാണെങ്കിൽ അമ്മ അടുത്ത് പറയും ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാവൂല. അപ്പം അമ്മ എന്തായാലും അച്ഛന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുമല്ലോ, മൊത്തം കുക്ക് ചെയ്ത് വെക്കും. എപ്പോഴെങ്കിലും ചീത്ത പറയാറുണ്ടോ ഇതേപോലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട്? പിന്നെ സമ്മതിക്കില്ല ചിലപ്പോ നമ്മൾ എത്ര കൊതിച്ചിരുന്നാലും സമ്മതിക്കില്ല. പിന്നെ വീട്ടിൽ ഞാൻ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പുറത്തുനിന്ന് കഴിക്കാൻ പോവില്ലേ, മേടിക്കില്ല എന്ന് പറയും. അത് കുഞ്ഞിലേ പറയും, എപ്പോഴും പറയും. നമ്മളിപ്പോ എത്ര സെലിബ്രിറ്റി ആയാലും അമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ അച്ഛനും തന്നെയാണ്, മാറ്റമില്ല. ഏറ്റവും കൂടുതൽ നമിതയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുന്നത് എന്തിനാ? മടി. വീട്ടില് പുറത്തിറങ്ങി എനിക്ക് അങ്ങനെയില്ല, പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മടി. അതിന് ചിലപ്പോ വഴക്ക് കിട്ടാറുണ്ട്. എന്ത് ചെയ്യാനാ കൂടുതൽ മടി? എന്താ വീട്ടില്? ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണോ? ക്ലീനിങ് എനിക്ക് ഇഷ്ടമാണ്. കുക്കിംഗ് എനിക്ക് അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്യണമല്ല. പിന്നെ എനിക്ക് അതിനുള്ള സാഹചര്യം വന്നിട്ടില്ല 3 നേരം അല്ലെങ്കിൽ 2 നേരം കുക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാനുള്ളത്. പിന്നെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളാ, വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമില്ല.
ചെറിയ ചെറിയ കാര്യം ഇപ്പം അമ്മ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ആ സാധനത്ത് തന്നെ തിരിച്ചു വെക്കണം അങ്ങനെയൊക്കെ അമ്മയ്ക്കുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കുമില്ല എന്റെ അതൊക്കെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യം. പക്ഷെ നമിതയുടെ സാധനങ്ങൾ വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ വെക്കണം എന്നുണ്ട്. അതുണ്ട്, ഞാൻ വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് ആരും എന്റെ സാധനങ്ങൾ എടുക്കാം. പക്ഷെ ഞാൻ അവിടെ മറ്റേ ഭൂകമ്പം ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാം, അതെ, ആരും തിരിച്ചങ്ങനെ ചെയ്തുകൂടാ. ഞാൻ ചെയ്യില്ല, ചെയ്യാത്തതാ പ്രശ്നം. ഓക്കെ ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ലൈക്ക് ഞാൻ എടുക്കുന്ന സാധനങ്ങൾ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എടുത്ത് വെക്കും, പക്ഷെ എന്റെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വെക്കണം. നമിതയ്ക്ക് പേഴ്സണലി ഇപ്പൊ കൂടുതൽ ആരുടെ ക്യാരക്ടർ, അമ്മേന്റെ സ്വഭാവമാണോ അതോ അച്ഛന്റെ സ്വഭാവം? അമ്മയാണെന്ന് തോന്നുന്നു ഞാൻ. അമ്മ പേഴ്സൺ ആണ്, സിസ്റ്റർ മോർ ലൈക്ക് അച്ഛൻ. അച്ഛൻ ഒന്നിനുമില്ല, കുറച്ചുകൂടെ ശാന്തത, സമാധാനം. ഓ അവിടെ അതാണോ, ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെ. അമ്മയാണ് അപ്പൊ കുറച്ചുകൂടെ ലൗഡ് ആയിട്ടുള്ള. ഞങ്ങൾ രണ്ടുപേരും ലൗഡാണ്. രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ വീട്ടിലൊരു, അവർ രണ്ടുപേരും മൈൻഡ് ചെയ്യാറേ ഇല്ല, അച്ഛനും സിസ്റ്ററും. നിങ്ങളാണ് യുദ്ധം. അതെ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് നിങ്ങൾ തന്നെ ആയിരിക്കും കൂടുതൽ കമ്പനി. ഞങ്ങള് യുദ്ധമൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യുക, കുറച്ചു നേരം അവരെ റോസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് അതുമല്ല, 4 പേരുണ്ടെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യും, 3 പേര് കൂടെ അത് ചെയ്യാ, അടുത്തത് വേറെ ആളായിരിക്കും. അങ്ങനെ അവിടെ അങ്ങനത്തെ ദാക്ഷിണ്യൊന്നും ഇല്ല. മെയിൻ ഏരിയ ആരാ എപ്പോഴും? അങ്ങനെയില്ല, എല്ലാവർക്കും കിട്ടാറുണ്ട്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യാറുണ്ട്. നമിതനെ കൂടുതൽ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന എന്ത് കാര്യത്തിനാ? എന്നെയോ? എന്നെ ഈ അടുക്കി പറക്കലില്ലായ്മ സംഭവത്തിന് തന്നെയാ, അതിന് തന്നെയാ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അമ്മേനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാ? അമ്മേനെ ടാർഗറ്റ് ചെയ്യുന്ന ഈ നമ്മൾ വെച്ചേക്കുന്ന സാധനം കാണില്ല, എവിടെയാ വെച്ചേക്കുന്നത്. അമ്മയുടെ ഒരു അടുക്കിപ്പുറക്ക് കാണുമല്ലോ. അതെ, അതാണ് വീട്ടിലെ മെയിൻ അന്താരാഷ്ട്ര പ്രശ്നം. അറ്റ് ലാസ്റ്റ് നമ്മളത് വിളിക്കുമ്പോ തന്നെ ലാസ്റ്റ് അമ്മ വന്ന് എടുത്തു തരുമല്ലോ. കറക്റ്റ് അറിയാം, പക്ഷെ എന്ത് പറഞ്ഞാലും പറയാം എനിക്കറിയില്ല, പക്ഷെ കറക്റ്റ് അറിയാം. ലൈക്ക് അമ്മ വന്ന് നോക്കുമ്പോ അത് കിട്ടും. കിട്ടും. എന്നിട്ട് പിന്നെ ഒരു ചീത്തവിളി പ്രതീക്ഷിക്കാമോ? ഇല്ല, ഒരു നോട്ടേ ഉള്ളൂ, അത് ഞങ്ങൾ പൊക്കോളൂ. നോട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഈ ഒരു എന്താ സീരിയലിലേക്കുള്ള എൻട്രി വന്ന സമയത്ത് ഫാമിലി മാത്രമേ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഞങ്ങൾ ആക്ച്വലി ആരെയും സപ്പോർട്ടും കാര്യങ്ങളൊന്നും നോക്കാറില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നോക്കാറില്ല. അച്ഛനമ്മ, ഞാൻ, സിസ്റ്റർ, വി ജസ്റ്റ് ലൈക്ക് ഞങ്ങളുടെ ഒരു ക്ലോസ് ബോണ്ട് ഉണ്ട്. വി നോ വാട്ട് വി വോണ്ട് ഫോർ ഈച്ച് അതർ. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഞങ്ങൾ എപ്പോഴും അവരുടെ ലൈഫിൽ, അച്ഛൻ്റെ അമ്മയുടെ ലൈഫിലും അവരങ്ങനെ നോക്കിയിട്ടുള്ളൂ. അവരുടെ ഇഷ്ടങ്ങൾ, അവർ ഒരുമിച്ച് പോവുക. ഈ പുറത്തുനിന്നുള്ള ഒപ്പീനിയൻസ് എടുക്കാറേ ഇല്ല വേറെ മെമ്പേഴ്സിൻ്റെ. അവരുടെ പേഴ്സണൽ ലൈഫിൽ ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കും പാറുവിനും അങ്ങനെ തന്നെ, ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇത് കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. ആരും എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കണ കാര്യമില്ല. നമ്മൾ ആരുടെയും കാര്യം ഇടപെടാൻ പോകുന്നില്ല, ഇങ്ങോട്ടേക്കും വരണ്ട. ലൈക്ക് ആ ഒരു സ്നേഹമെന്ന് എപ്പോഴും ഉണ്ടാവും, പക്ഷെ ഒരു കൂടുതൽ പേഴ്സണൽ ലൈഫിലോട്ട് അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ഇപ്പൊ നമിത ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതില് നമിതയുടെ പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ഏതൊക്കെയായിരിക്കും? എനിക്ക് പുള്ളിപ്പുലിയുടെ മാട്ടിൻകുട്ടി ഇഷ്ടമാണ്, വിക്രമാദിത്യൻ ഇഷ്ടമാണ്. കമാര സംഭവം ഫിലിം വാസ് ലൈക്ക് ടെക്നിക്കലി ഭയങ്കര അടിപൊളി ഫിലിമായിരുന്നു, അതിഷ്ടമാണ്. അടികപ്പിയാറ് കൂട്ടമണി. പിന്നെ സിദ്ധാർത്ഥ് ശിവയുടെ ആണെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു, അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ്, അതിഷ്ടമാണ്. അങ്ങനെ കുറേ. പക്ഷെ ഓരോ ഫിലിം മേക്കേഴ്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ വിക്രമാദിത്യൻ്റെ കേസ് വരാണെങ്കിൽ ഒരുപാട് ട്രോൾസ് പിന്നീട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. അതായത് ആ ക്യാരക്ടറിനെ കുറിച്ച് വന്ന ട്രോള് കറക്റ്റ് മറ്റേ പുലിവാൽ കല്യാണത്തിലെ ജഗതി ചേട്ടനെ പോലെ, ആദ്യം മോതിരം ഇവിടെ ഇടുന്നു, പിന്നെ മോതിരം എടുത്തിട്ട് പോകുന്നു, പിന്നെ മോതിരം ഇടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമിത മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു ക്യാരക്ടർ എന്താണ്? ആ ക്യാരക്ടർ ലൈക്ക് ആക്ച്വലി എനിക്കത് കോമഡി തോന്നും. കാരണം സിനിമ റിലീസ് ചെയ്തു, ആ സിനിമ ഓൾമോസ്റ്റ് ഒരു 100 days മേലെ ഓടി, പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ട്രോൾ കഴിഞ്ഞാൽ ഇപ്പോഴും. അപ്പൊ ആളുകൾക്ക് ആ സിനിമ അത്ര ഇഷ്ടമായോണ്ടാണ് ഇപ്പോഴും ട്രോൾ വഴിയാണെങ്കിലും പാട്ട് വഴിയാണെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ദീപിക ചെയ്ത ആ സംഭവം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പെൺപിള്ളേര് മിക്കവരും ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ. തേപ്പല്ല, ഇപ്പോൾ ഒരാളായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു ആൻസറും കിട്ടുന്നില്ല, ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒന്നുമില്ല. അവളുടെ ലൈഫിൽ അടുത്ത സ്റ്റെപ്പ് പോകേണ്ടി വരേണ്ട ഒരു അവസ്ഥ. ഷീ ലവ്ഡ് ഹിം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ആദ്യത്തെ തിരിച്ചു വരുന്നു, പോകുന്നു. അത് വളരെ സ്വാഭാവികമായിട്ട് പലരും ചെയ്തിട്ടുള്ളതാണ്. വിക്രമൻ ആ പാവം എന്ത് ചെയ്തു? പലരും ചെയ്തിട്ടുള്ള സംഭവമാണ്. അതെ, എന്നിട്ട് വിക്രമനാണ് കൊടുത്തിട്ട് പോകുന്നത്. അതെ. അപ്പൊ ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക്
ഭയങ്കര എന്താ പറയാ, ഓക്കെ രണ്ടാണേലും ഇതുപോലെ ഒരു ആങ്കർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ എന്തോ വിഷമായിട്ട് ചോദിക്കുന്ന പോലെ എന്തുകൊണ്ട്, പക്ഷെ അപ്പൊ ഞാനൊരു ആൻസർ പറഞ്ഞു. എന്നിട്ട് പുള്ളി കൺവിൻസ്ഡ് ആവണില്ല. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു എന്നാലും അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട്. റിയൽ ലൈഫിൽ അങ്ങനെ റിയൽ ലൈഫിൽ എവിടെയോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു നല്ല സംശയമുണ്ട്. അതിന്റെ വിഷമം നല്ലോണം മുഖത്ത് കാണാനുണ്ട്. ഈ ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനത്തെ ആദ്യമൊക്കെ ഭയങ്കര ഈ ട്രോൾ കൾച്ചർ വന്ന സമയത്ത് നമുക്കപ്പോൾ അങ്ങനെ കാണുമ്പോൾ അയ്യോ, കാരണം നമ്മളത് യൂസ്ഡ് അല്ലല്ലോ, ട്രോൾ കൾച്ചർ ഒന്നും യൂസ്ഡ് അല്ലല്ലോ. അപ്പൊ അങ്ങനെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ട്രോൾ ഈവൻ ഫോർ മാർക്കറ്റിംഗ് പീപ്പിൾ ആർ യൂസിങ്. ഒരു ട്രോള് കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ നമ്മിത് സ്ക്രീൻ ഷെയർ ചെയ്ത ആർട്ടിസ്റ്റുകളെ നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ഒരാൾ ദിലീപേട്ടനാണ്. അപ്പം അതേപോലെ നമ്മളിപ്പോൾ മീനാക്ഷിയുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോഴും അതിനകത്തൊക്കെ ലൈക്ക് നിങ്ങൾ ഭയങ്കര ഒരു സിസ്റ്റേഴ്സ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫാമിലി ബോണ്ട് എങ്ങനെയാണ്? ഐ എം മോർ ക്ലോസ് ടു മീനൂട്ടി. അപ്പൊ ഞാൻ എപ്പോഴും അവളടുത്ത കൂടുതൽ സംസാരിക്കാറുള്ളത്. ഞങ്ങൾ തമ്മിലാണ് കൂടുതൽ കോണ്ടാക്ട്സ് ഉള്ളത്. അപ്പോൾ ഓക്കെ, നമ്മൾ ദിലീപേട്ടനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഫണ്ടിലൊക്കെ ഇന്റർവ്യൂസ് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിലിങ്ങനെ മീനാക്ഷിയും നമിതയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ദിലീപേട്ടൻ വന്ന് ആ ഒരു ഫ്രണ്ട്ലി ജോളിയായിട്ട് ബിഹേവ് ചെയ്യാറുണ്ടോ? അങ്ങനെ ദിലീപേട്ടൻ മീനൂട്ടി ഹോസ്റ്റലിലാണ് നിൽക്കണത്. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ദിലീപേട്ടൻ ഇസ് ഓൾവേസ് ആൻ ആക്ടർ ഫോർ മീ, പ്രൊഫഷണലി. അങ്ങനെ ഞങ്ങളുടെ ബോണ്ട് ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് പരിചയപ്പെട്ടു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ബോണ്ടാണ് മീനൂട്ടിയായിട്ട്. നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബോണ്ടാണ്. അതെ അതെ അതെ. എങ്ങനെയാ ഒരു ബോണ്ട് എങ്ങനെ ഉണ്ടായത്? എങ്ങനെയാ അതൊക്കെ നമുക്കിപ്പോ എങ്ങനെയാ ഉണ്ടായതെന്ന് പറയാൻ പറ്റും. അത് ജസ്റ്റ് രണ്ടുപേര് നമ്മൾ അങ്ങനെയല്ലേ. മീനാക്ഷി നമ്മൾ അങ്ങനെ വേറൊരു എന്താ പറയാ ആക്ട്രസ് ആയിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ലൈക്ക് നിങ്ങൾ അങ്ങനെ ഒരു ബോണ്ട് എങ്ങനെ ഉണ്ടായിന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് ഒന്നിച്ച് പഠിച്ചിട്ടില്ല. ലൈക്ക് എങ്ങനെയായിരിക്കും അതെന്ന് പറയുന്നത്? ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രായവ്യത്യാസമില്ല. 4 വയസ്സ് 5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ എൻ്റെ ഏജിലുള്ളത് പുള്ളിക്കാരിത്തിയായിരുന്നു, ഖദീജയൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ സിങ്കായി ഒരുപാട് സംസാരിച്ച് അന്ന് തുടങ്ങിയ പരിചയമാണ്. ഓക്കെ, നമിതയ്ക്ക് ഇപ്പോൾ നമിത എപ്പോഴെങ്കിലും ഈ അവാർഡ്സ് കുറേ തവണ നമിതയ്ക്ക് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് നോമിനേഷൻസിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നോമിനേഷൻ്റെ ഒക്കെ ഒരുപാട് നോമിനേഷൻസിൽ വന്നിട്ടുണ്ട്. ലൈക്ക് അറ്റ് ലാസ്റ്റ് ആ നോമിനേഷൻ കഴിയുമ്പോൾ അവാർഡിലോട്ട് അത് എത്താത്ത സമയത്ത് എങ്ങനെ സങ്കടം തോന്നിയിട്ടുണ്ടോ? നോമിനേഷൻ വന്നിട്ടുണ്ടോന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലായിരിക്കും. അല്ലാതെ എനിക്കൊന്ന് സ്റ്റേറ്റ് അവാർഡിനെ കഴിഞ്ഞ വർഷത്തെ എന്തോ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥ് ശിവയുടെ പടത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതെന്തോ ലാസ്റ്റ് മൊമെന്റ് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ആ പെർഫോമൻസ് ഞാൻ നല്ല കഷ്ടപ്പെട്ട്, എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് ആ ടീം അത്രയും കഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു ആണെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അപ്പം അതിൻ്റെ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ് സിനിമയിലുള്ളവരും പലരും ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്നവർ പോലും വിളിച്ചിട്ട് ഭയങ്കര പെർഫോമൻസിന് ഭയങ്കര, ഞാൻ സജിത ചേച്ചിയായിരുന്നു, സജിത മഠത്തിൽ. ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്തൊരു സെറ്റപ്പ് കംപ്ലീറ്റ്ലി ആസ് എൻ ആക്ടർ എന്നെ ഭയങ്കര മോൾഡ് ചെയ്തെടുത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. അവാർഡ്സിൻ്റെ അത് നടന്നില്ല. അത് കുറേ ആക്ടേഴ്സിന് അങ്ങനെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫൈൻ, അത് വലിയ പ്രശ്നമാണ്. അല്ലാതെ ബാക്കി അവാർഡ്സ് ഒന്നും നോമിനേഷൻ വരുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയാം. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷം.